സോ ഹായ് ഗീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഈ ഫുട്ബോളിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് 2026 അപ്ഡേറ്റ് വരാൻ പോവുകയാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഫുട്ബോളിൽ 2026 അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. മറ്റേ അപ്ഡേറ്റിൽ വരാൻ ചാൻസ് ഉള്ള റൂമേഴ്സാണ് പറയാൻ പോണത്. പിന്നെ 100% വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ ഈ ഫുട്ബോളിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഫുട്ബോളിലെ വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ഇൻ്റർഫേസ്. അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഒക്കെ മാറും. പിന്നെ ഗ്രാഫിക്സിൽ നല്ല അത്യാവശ്യം മാറ്റം വരും. പിന്നെ ഇതിൻ്റെ ഡേറ്റ്, അതായത് അപ്ഡേറ്റ് വരുന്നതിൻ്റെ ഡേറ്റ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 14-ാം തീയതി, 15-ാം തീയതി, 16-ാം തീയതി ഇതിൻ്റെ ഇടയിലായിരിക്കും ഡേറ്റ് വരുന്നത്. സർവർ മെയിൻ്റെനൻസ് ഒരു ദിവസം 2 ദിവസം നീണ്ടു നിൽക്കും. 2 ദിവസം വരില്ല, ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറൊക്കെ ഉണ്ടാവും സർവർ മെയിൻ്റെനൻസ്. എന്തായാലും സർവർ മെയിൻ്റെനൻസ് അത്യാവശ്യം നീണ്ടു നിൽക്കും. പിന്നെ ഗൈസ്, നമ്മൾ പാക്കിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ നെയ്മറിന്റെ ഒരു കാർഡ് വരാൻ പോവാണ്. എൻ്റെ ഒരു ഗസ് പറയുകയാണെങ്കിൽ 1800 കോയിനാണ് വരാൻ പോണത്. ഇനി കുറയോ കൂടുമെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഗൈസ്, നെയ്മറിന്റെ നല്ലൊരു അഡാറ് കാർഡ് വരാൻ പോവാണ്. പിന്നെ ഗൈസ്, പിന്നെ 100% വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറാണ് മാനേജ്ഡ് ലിങ്ക് പ്ലേ എന്ന് പറയുന്നത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലേയേഴ്സ് തമ്മിൽ പാസ് ചെയ്ത് ലിങ്കായിട്ട് കളിക്കുന്ന പരിപാടിയാണ് ഈ മാനേജ്ഡ് ലിങ്ക് പ്ലേ എന്ന് പറയുന്ന പരിപാടി. പിന്നെ പിന്നെ ഗൈസ്, പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, പിന്നെ ആനിമേഷനും കൂടി മാറുന്നതായിരിക്കും. പിന്നെ ഗൈസ്, പുതിയൊരു മറ്റേ പാക്ക് ആനിമേഷൻ വരും. അത് ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഈ ഒരു ആനിമേഷൻ ഓൾറെഡി ചൈനീസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കും വരും. പിന്നെ ആണെങ്കിൽ ഗ്രാഫിക്സിന് നല്ല മാറ്റം വരും. പിന്നെ ട്രഷർ ലിങ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ അധികം വലിച്ചു നീട്ടണമെന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ഒരു കളി കളിച്ചു കഴിയുമ്പോൾ നമുക്ക് റിവാർഡ്സ് കിട്ടുന്നത് കൂടും. അതാണ് സംഭവം, അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഗെയിംസ് ഗെയിം പ്ലേ സ്റ്റൈലിന് നല്ല മാറ്റം വരും. ഗെയിം പ്ലേ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ 2024-25 ആയപ്പോൾ അത്യാവശ്യം ഗ്രാഫിക്സിലും ഗെയിം പ്ലേ സ്റ്റൈലിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2025-26 ആകുമ്പോഴും നല്ല അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരും ഗെയിം പ്ലേ സ്റ്റൈലിൽ. പിന്നെ ഈ അപ്ഡേറ്റിനെ പറ്റി പറയാനാണെങ്കിൽ മാസ്റ്റർ ലീഗ് എന്ന് പറഞ്ഞ സംഭവം വരാൻ പോവാണ്. ഇത് റൂമറാണ്, ജസ്റ്റ് റൂമറാണ്. ഞാൻ എവിടെ കേട്ടൊരു സംഭവമാണ്. എന്തായാലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വന്നാലൊരു അടിപ്പ സാധനം അത്. പിന്നെ പറയാനാണെങ്കിൽ പുതിയ ബോളും പുതിയ സ്റ്റേഡിയവും വരുന്നതായിരിക്കും. ബോളിന്റെ ആ ഒരു തീം അങ്ങ് മാറും. പിന്നെ ഒരു പിങ്കും ഒരു പച്ചയും കളറ് കോമ്പിനേഷനാണ് വരാൻ പോണെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും ഈ ബോൾ അത്യാവശ്യം കിടിലൻ സാധനമാണ് വരാൻ പോണത്. പിന്നെ സ്റ്റേഡിയത്തിനും ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ഞാൻ അന്വേഷിച്ചതിൽ വെച്ചിട്ട് ഇത്ര അപ്ഡേറ്റ് ഒക്കെ ഞാൻ കണ്ടുള്ളൂ. ഇനിയിപ്പോ കൊണാമി അധികം അപ്ഡേറ്റിന്റെ കാര്യമൊന്നും പുറത്തു വിട്ടിട്ടില്ല. നെയ്മറിന്റെ ബാക്കിന്റെ കാര്യം, പിന്നെ കഴിഞ്ഞ 2024-25 ആയപ്പോ മറ്റേ ഗ്രാഫിക്സിൽ മാറ്റം വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കണത്. ഇനിയിപ്പോ ഇത് കൂടാതെ തന്നെ വേറെ കുറെ പരിപാടികളൊക്കെ ഇനി വരുമോന്ന് അറിയാൻ പാടില്ല. കൊണാമി ഇതുവരെയും ഇത്ര കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുള്ളൂ. ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിമിന്റെ വീഡിയോ ഇനിയും ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ അടുത്താണ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്തെല്ലാം അപ്ഡേറ്റിനെ പറ്റി കുറെ അന്വേഷിച്ച് ഈ പാക്കിന്റെ കാര്യവും, പിന്നെ ഈ ലിങ്കപ്പ് എന്ന് പറഞ്ഞ സംഭവം, പിന്നെ ട്രഷർ ലിങ്കും ഒരു സാധനമൊക്കെയാണ് കൊണാമി ഇപ്പൊ പുറത്തു വിട്ടേക്കണത്. പിന്നെ മറ്റേ ആനിമേഷന്റെ കാര്യവും, ആനിമേഷൻ എനിക്ക് അധികം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത്രയൊക്കെയാണ് കൊണാമി ഇപ്പൊ പുറത്തു വിട്ടിട്ടുള്ളൂ. അപ്പൊ എന്തായാലും കേസ് നമ്മുടെ ഈ ഫുട്ബോളിലെ വീഡിയോ ഇത്ര ഉണ്ടാവും. ഇത് ചെറിയൊരു വീഡിയോ പോയെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ഞാൻ ഈ ഫുട്ബോളിലെ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഈ ഫുട്ബോളിലെ മാത്രമല്ല, വേറെ കുറേ ഗെയിംസിന്റെ ലൈവും ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ വേറെ ഏത് ഗെയിമിന്റെയൊക്കെ ലൈവ് ചെയ്യണമെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അത്രക്കുള്ള വീഡിയോ. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കവർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ.